നമസ്കാരം. ഇന്ന് ന്യൂസ് 10 ചാനലിൽ നമ്മുടെ ഏറനാട് നിയോജക മണ്ഡലം LDFിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷഫീർ കീശേരിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. 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 നമുക്കറിയാം, ഏറനാട് മണ്ഡലത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗപ്രവേശനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് CPM എന്ന പാർട്ടിയും അതുപോലെ തന്നെ മുന്നണിയും ഒക്കെ തന്നെ ഷഫീറിനെ ഈ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത്. എത്രത്തോളം ആണ് ഷഫീർ ഇതിനെ നോക്കിക്കാണുന്നത്? ഒരു പ്രവർത്തകൻ എന്നുള്ള രൂപത്തിലാണ് ഇപ്പോഴും ഞാനിതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത്. നേരത്തേക്ക് ഒരു വളരെ ചെറിയ സമയമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 9ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് മുതലൊക്കെ നമ്മുടെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ട്. അതിനൊരു കക്ഷിയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ ഒരു സംഘടനയോ ഭാഗവാക്കായില്ല എന്നെങ്കിലും നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നു എന്നുള്ളതാണ് ശരി. തീർച്ചയായിട്ടും 2005 പിന്നെ TKMS ഉൾപ്പെടെയുള്ള ആളുകൾ വിജയിക്കുന്നതൊക്കെ നമ്മുടെ രാഷ്ട്രീയ രൂപപ്പെടലിൻ്റെ വലിയ സ്വാധീനം ചെലുത്തിയ നിമിഷങ്ങളായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കൂടിയാണ് ശക്തിയുക്തം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് AISFൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ എൻ്റെ നാട്ടിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. AISFൻ്റെ പ്രാദേശിക തലത്തിലെ യൂണിറ്റ് ഭാരവാഹി മുതൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായൊക്കെ ദീർഘകാലം പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടായി. ശേഷം AIYFൻ്റെ യൂണിറ്റ് സെക്രട്ടറി മുതൽ പഞ്ചായത്ത് സെക്രട്ടറിയും മണ്ഡലം ഭാരവാഹിയും ഇപ്പോൾ നിലവിൽ AIYFൻ്റെ ജില്ലാ സെക്രട്ടറിയുമാണ്. സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ദേശീയ കൗൺസിൽ അംഗവുമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളുടെ ഒരു എന്താ പറയുക, തോത് പരിശോധിച്ചാൽ സ്വാഭാവികമായും നമ്മളൊരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ഉയർന്നു വരുന്നത് വിദ്യാർത്ഥി കാലഘട്ടം തൊട്ടുള്ള അനുഭവങ്ങളും പ്രവർത്തനങ്ങളുമാണ്. ആ തരത്തിലാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിക്കുമ്പോഴും ഒരു സ്ഥാനാർത്ഥിയാകുക എന്ന് പറയുന്നത് എന്നെ പോലെയുള്ള ആളുകളെ എന്താ പറയുക, സ്വാഭാവികമായിട്ടും അത്ഭുതപ്പെടുന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് പാർട്ടിയും മുന്നണിയും അങ്ങനെ ഒരു തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സഖാക്കളും നാട്ടുകാരും അഭിതകാംക്ഷികളെല്ലാം ആ ഒരു അഭിപ്രായത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും നമ്മളോട് അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയും മുന്നോട്ട് പോകാനുള്ള ഊർജം മാനസികമായി നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് തമ്മിൽ പറയുമ്പോൾ സൂചിപ്പിക്കാറുള്ളത്. ഷഫീർ, താങ്കൾ അങ്ങനെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും താങ്കളെ പാർട്ടിയും മുന്നണിയും പറഞ്ഞയച്ചിട്ടുള്ളത് നമുക്കറിയാം. 3 തവണ സിറ്റിംഗ് MLA ആയി, 4ാം തവണയാണ് ജനവിധി ചെയ്തത് താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള PK ബഷീർ സാഹിബ്. നമുക്കറിയാം, പൊതുജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ഒരു വികസന വിപ്ലവം നടത്തി എന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ് അത് ഏറെ പ്രചാരണം ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പ്രചാരണത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യഥാർത്ഥത്തിൽ പാസ്റ്റ് എന്നത് പാസ്റ്റാണ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളുമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 3 തവണ വിജയിച്ചു എന്നുള്ളത് 4ാമത്തെ തവണ പരാജയപ്പെടാതിരിക്കാനുള്ള കാരണമല്ല. അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ നമ്മളതിനെ കാണണ്ട. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മലപ്പുറം ജില്ലയിൽ തന്നെ നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മലപ്പുറത്തെ പല കോട്ടകളും ഇടിഞ്ഞു വീണിട്ടുണ്ട്. പ്രതീക്ഷകളെല്ലാം തലകുത്തനെ വന്നിട്ടുണ്ട്. ഒരിക്കലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കില്ല എന്ന് കരുതിയവർ മഹാത്ഭുതങ്ങളായി മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മുന്നണികളോ മാത്രം തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ഒരു രീതിയല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നു. സമൂഹമാണ്, ജനങ്ങളാണ്, ഇവിടുത്തെ പൗരനാണ്, വോട്ടറാണ് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ മനസ്സെന്താണ് എന്നുള്ളത് അവരുടെ മനസ്സിൽ മാത്രമുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു മറക്കുള്ളിൽ കാണുന്ന വലിയൊരു പ്രക്രിയയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ മേശയുടെ മുകളിൽ ഒരു മറ വെച്ചൊരു പെട്ടി വെച്ച് നിൽക്കുന്ന ഒരു പ്രോസസ്സിനപ്പുറത്തേക്ക് ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും ഒക്കെ ഭാവിയെ നിർണ്ണയിക്കാൻ, ഇവിടുത്തെ കാഴ്ചപ്പാടുകളോടുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ, നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനെല്ലാം കഴിയുന്ന ഒരു വേദിയും പ്രക്രിയയുമായിട്ടാണ് രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളതാണ്
ഇത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ചെയ്യാറുള്ളത്. സ്വാഭാവികമായിട്ടും ആ ആത്മവിശ്വാസം തന്നെയാണ് കൈമുതലായി ഞങ്ങൾക്കുള്ളത്. പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം, വ്യക്തിപരമായി എനിക്ക് കഴിഞ്ഞ ജനപ്രതിനിധിയെക്കുറിച്ച് വ്യക്തിപരമായ പരാമർശം നടത്തുക എന്നുള്ളത് ശരിയല്ല, രാഷ്ട്രീയ മര്യാദ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ താങ്കളുടെ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനവും പുതിയ കാലത്തെ കാഴ്ചപ്പാടുകളുമായിട്ടുള്ള അനുബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇതൊരു ബ്രാൻഡ് നെയിം മാത്രമാണ്. താങ്കളിപ്പോൾ ഉപയോഗിച്ച വാക്ക് ഒരു ബ്രാൻഡ് നെയിം മാത്രമാണ്. അതിൻ്റെ റിയൽ എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു പെരിഫറലായി ഇവിടെ വിപ്ലവം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുക എന്നുള്ളത് ഒഴിച്ചാൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമുക്ക് ചർച്ച ചെയ്യാം. താങ്കളൊരു മാധ്യമപ്രവർത്തകരും ഞാനൊരു പൊതുപ്രവർത്തകരുമാണ്. നമുക്ക് രണ്ടുപേർക്കും നന്നായി ജനങ്ങളുമായി ഇടപഴകാനും സാമൂഹിക സാഹചര്യങ്ങളെ വിലയിരുത്താൻ എല്ലാം കഴിയും. നമുക്ക് ആ അർത്ഥത്തിൽ അതിനെ കണ്ടു നോക്കിയാൽ 15 വർഷം മുന്നേയുള്ള 2011 ഈ മണ്ഡലം രൂപപ്പെടുന്ന സമയത്തുള്ള സാഹചര്യങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് വിപ്ലവകരമായി എന്ന് അവകാശപ്പെടുന്ന തരത്തിലേക്ക് ഇവിടെ വന്നിട്ടുള്ളതെന്ന് പരിശോധിക്കാം. അതൊരു സത്യസന്ധമായ പരിശോധന. ഞാൻ അതിൻ്റെ എൻ്റെ കക്ഷി രാഷ്ട്രീയം ഞാനവിടെ മാറ്റിവെക്കാം. പക്ഷേ നമുക്ക് ഇരുവർക്കും കൂടി ചേർന്നൊരു സത്യസന്ധമായ പരിശോധന നടത്താം. അങ്ങനെ പരിശോധന നടത്തിയാൽ ഇവിടുത്തെ വിവിധങ്ങളായ മേഖലകളെ നമ്മൾ പരിശോധിച്ചാൽ ഓരോന്നും ഞാൻ എടുത്തു പറയാം. ഏറ്റവും പ്രധാനമായും അരീക്കോട് താലൂക്ക് ആശുപത്രി സൂചിപ്പിക്കാം. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ഉദ്ഘാടനം കൂടി സൂപ്പർ സ്പെഷ്യാലിറ്റിയോ ഉൾപ്പെടെയുള്ള എന്തോ ഒരു ഉദ്ഘാടനം കൂടി നടന്നു. യഥാർത്ഥത്തിൽ എന്താണ് ആ താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതി? 15 വർഷങ്ങൾ പിന്നിടുന്ന ഒരു UDFൻ്റെ രാഷ്ട്രീയ സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനകത്ത് ഒരു വർഷം ഒരു ടേം എന്ന് പറയുന്നത് 5 വർഷം UDF ഭരണവും 2 ടേം എന്ന് പറയുന്നത് ഇടതുപക്ഷ ഭരണവുമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, സത്യസന്ധമായി നമ്മൾ ചിന്തിക്കേണ്ടത്, രാഷ്ട്രീയ അഭിപ്രായങ്ങളോ എതിരഭിപ്രായങ്ങളോ ഒക്കെ മാറ്റിവെക്കാം. പക്ഷേ വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ താലൂക്ക് ആശുപത്രിയുടെ വികസനം യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അത് ഷഫീർ, നമ്മളെ ഈ താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിരുന്നാലും അത് പൂക്കോട്ട് ജോലിയിൽ അത് വിശാലമായിട്ടുള്ളൊരു ഹോസ്പിറ്റലിന് താങ്കളുടെ പ്രതിദാനം ചെയ്യുന്ന ഗവൺമെൻറ് തന്നെ അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ. അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് MLA ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. പെരിഫറലായ ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. വസ്തുതാവിരുദ്ധമായിരിക്കും. അത്തരം യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളിലേക്ക് പോയാൽ എന്താണ് ആ പുതിയ പൂക്കോട്ട് ചോലയിൽ കണ്ടെത്തിയ സ്ഥലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥിതി എന്താണ്? അവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമ്മളുടെ ഗവൺമെൻറ് 25 കോടി രൂപ ഈ ആശുപത്രിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഫണ്ട് അലോക്കേറ്റ് ചെയ്തു. ആ 25 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊരു എഫേർട്ടാണ് എടുത്തിട്ടുള്ളത്. വളരെ ആത്മാർത്ഥമായി പറഞ്ഞാൽ ആ ഫണ്ട് ലാപ്സായി പോകുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോവുകയല്ലേ. ഏകദേശം 4 കോടി രൂപ പിന്നീടും നമ്മുടെ സർക്കാർ അത് ആ കെട്ടിടം പുനർനിർമ്മിക്കുന്നതിനും മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കും. ഷഫീർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാരണം അത് നിലവിലുള്ള താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ നമ്മൾ എത്ര കോടി കൊടുത്താലും അതിനോട് സ്ഥലങ്ങളുടെ ഒരു പരിമിതി എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു സ്ഥലപരിമിതിയാണ് MLA നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ സാങ്കേതികമായി പറയുന്നതല്ലേ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നീഡാണ് അല്ലെങ്കിൽ ആവശ്യമാണ് ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ചൂരൽമലയിൽ നിരവധിയായ പ്രയാസങ്ങൾ, ഉരുൾപൊട്ടലുണ്ടായി. അവിടെ നമ്മൾ അങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ വയനാട്ടിലെ സ്ഥലം കിട്ടട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നിന്നാൽ കിട്ടുന്ന അന്ന് നമുക്കിത് നന്നാക്കാമെന്ന് കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണോ ഉണ്ടാകുന്നത്? അവിടെ സംസ്ഥാന സർക്കാരും വിവിധ സംഘടനകളും എല്ലാം ചേർന്നുകൊണ്ട് ദ്രുതഗതിയിൽ നടത്തിയ ഇടപെടൽ കണ്ടില്ലേ? ഈ അരീക്കോട് ആശുപത്രിക്ക് മറ്റൊരു ചരിത്രമുണ്ട്. അരീക്കോടിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ പ്രസവിക്കപ്പെട്ട അവർ ജനിച്ചു വീണ മണ്ണാണത്, അല്ലെങ്കിൽ അവർ ജനിച്ചു വീണ സ്പോട്ടാണത്. ആ സ്പോട്ടാണ് ഈ പറയുന്ന സ്ഥിതിയിലേക്ക് മാറിയത്. ഇപ്പോൾ അവിടെ പ്രസവം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകൾ അവിടെ നടക്കുന്നുണ്ടോ? പരിശോധിക്കപ്പെടണ്ടേ? അവിടുത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അവിടുത്തെ ആശുപത്രിക്ക് കഴിഞ്ഞ 15 വർഷമായി ഉയർച്ചയാണോ ഉണ്ടായത് അല്ലെങ്കിൽ താഴ്ചയാണോ ഉണ്ടായത്? കേരളത്തിൽ ആകമാനം ഉണ്ടായ ആരോഗ്യരംഗത്തുണ്ടായ ഇടപെടലിലുണ്ടായ ഒരു ഹൈപ്പുണ്ട്. ചില പ്രയാസങ്ങളൊക്കെ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പരിഹരിച്ചു പോകാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. വിവിധ പദ്ധതികൾ അവതരിപ്പിക്കാൻ കഴിയും. അതോടനുബന്ധിച്ച് കേരളത്തിലെ വിവിധ താലൂക്ക് ആശുപത്രികളിൽ സർക്കാർ മാതൃകാപരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് പറയാൻ കഴിയുക? അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന എന്ത് കാര്യമാണ്? ആ കെട്ടിടത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് നമുക്കൊരു അടി മുന്നോട്ട് വെച്ചു എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയും. നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു പെരിഫറൽ ഡയലോഗ്സ് പറയാം. നമ്മൾ അവിടെ പോയി, അവിടെ സ്ഥലം കണ്ടെത്തി, ഇവിടെ വന്നു, ഇവിടെ സാങ്കേതികമായി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാം. റിയൽ എന്താണ്? 15 വർഷം മുന്നേയുള്ള ആശുപത്രിയും
ഇതാ 2026 ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്തുള്ള ആശുപത്രിയും തമ്മിൽ അതിൽ ഷഫീർ 10 വർഷവും ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഭരിച്ചിട്ടുള്ളത് എന്നുകൂടെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. ഇവിടെ ഈ വികസന വിപ്ലവം സൂചിപ്പിക്കുമ്പോഴും 10 വർഷം ഈ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത. 25 കോടി രൂപ അലോക്കോട്ട് ചെയ്തതും അല്ലെങ്കിൽ 4 കോടി രൂപ അതിന് ശേഷം വെച്ചതും അനുവദിച്ചതും ഇതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. എന്നാൽ ആ അനുവദിക്കപ്പെട്ട തുക കൃത്യമായി അവിടെ ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഇതാണല്ലോ എഫേർട്ട്, ഇതാണല്ലോ ഈ പറയുന്ന ജനപ്രതിനിധി എന്ന് പറയുന്ന ആളുടെ ചുമതല എന്ന് പറയുന്നത്. അതിനെ വളരെ കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിയുന്നൊരു ഇച്ഛാശക്തിയും രാഷ്ട്രീയ ശക്തിയും എല്ലാം കൂടി ചേരുമ്പോഴാണ് വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരിലേക്ക് കൂടി എത്തുന്ന രൂപം ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ താലൂക്ക് ആശുപത്രിക്ക് വികസനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുന്നത് എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണല്ലോ സത്യം. 15 വർഷമായിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കണം. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് ആ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ ആ സർക്കാരിൻ്റെ നിലപാട് പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കാനും കൊണ്ടുവരാനും അതിൻ്റെ പദ്ധതികളെ സ്മൂത്തായി കൊണ്ടുപോകാനും ചില താല്പര്യങ്ങളെ കൊണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലേക്കുള്ള പ്രയാസങ്ങളെ കൊണ്ട് ഇവിടെ പറ്റുന്നില്ല. ഇതിനാരാണ് ഉത്തരവാദി എന്നുള്ളതാണ്. ഇവിടുത്തെ സാധാരണക്കാരായ രോഗികളാണോ ഉത്തരവാദി? അതല്ല, ഇവിടുത്തെ ജനപ്രതിനിധിയാണോ ഉത്തരവാദി? ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം MLA ആയാലും അത് ഗവൺമെൻറ് ആയാലും അത് ഒരേപോലെയാണ്. നമുക്ക് ജനങ്ങൾക്ക് ഉപകാരങ്ങൾ അല്ലെങ്കിൽ ആ ചികിത്സ നല്ല രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ അർത്ഥത്തിലെടുക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗുണം കിട്ടിയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി. അതിന് കാരണം എന്താണെന്ന് പരിശോധിക്കണം. നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി പരിശോധിച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും അവിടുത്തെ പുതിയ സംവിധാനങ്ങളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ. നമ്മുടെ വിവിധ പ്രദേശങ്ങളിലുള്ള സർക്കാർ ആശുപത്രികളെ വികസനം നമ്മൾ നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒരു പശ്ചാത്തല സൗകര്യം കൂടി ഉണ്ടാകുമ്പോഴല്ലേ അതിൻ്റെ അനുബന്ധമായി നിൽക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. വളരെ വളരെ ചെറിയ കെട്ടിടങ്ങൾ, പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളുടെ ഗണത്തിലേക്ക് ഫിറ്റ്നസ് പോലും കിട്ടാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കെട്ടിടത്തിൽ എങ്ങനെയാണ് ഈ അർത്ഥത്തിലേക്ക് പൂർണ്ണമായ വികസനം എത്തിക്കാൻ നമുക്ക് കഴിയുക, അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകാൻ കഴിയുക? യഥാർത്ഥത്തിൽ അവിടെ ഒരു വലിയ പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ്. പണം ലഭ്യമാണ്, പക്ഷേ എന്താണ്, താല്പര്യം ലഭ്യമല്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, ചില മറ്റു കാരണങ്ങളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ UDFൻ്റെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ താങ്കൾ മത്സരിക്കുന്ന ഈ ഒരു മണ്ഡലത്തിൽ 7 പഞ്ചായത്തും UDF ആണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഇത് അവർക്ക് ഏറ്റവും വലിയൊരു ആത്മവിശ്വാസമുണ്ട്. അതിന് താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത്? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവും ഒക്കെ വിവിധങ്ങളായ തലങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക. സ്വാഭാവികമായിട്ടും നമ്മളെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തി ഒരു സ്വാധീനമാണ്, കുടുംബം, പശ്ചാത്തലം, അങ്ങനെയുള്ള വിവിധങ്ങളായ ഘടകങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടി ഗ്രാസ് റൂട്ടാണ്, ടൈറ്റാണ്. മീൻസ് 1000 1200 ആളുകളെ മാത്രം ഉള്ള ഒരു വാർഡിനകത്ത് അവരുടെ ഉള്ളിൽ നിന്നുള്ള 2 പേർ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈറ്റ് പൊളിറ്റിക്സ് അവിടെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഈ ജയപരാജയങ്ങളൊക്കെ. ചിലപ്പോൾ ആദർശമുള്ള ആളുകൾ പരാജയപ്പെടുകയും ആദർശമില്ലാത്ത ആളുകൾ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ആളുകൾ വിജയിച്ചു വരികയും ചെയ്യുന്നൊക്കെ സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരം എന്താ പറയുക വൈബ്രൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ആ വൈബ്രൻസ് നമ്മൾ അതിൻ്റേതായ തോതിൽ ഉൾക്കൊള്ളണം. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്കുകൾ പരിശോധിച്ചാൽ അത് ബോധ്യമാവുമല്ലോ. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രശ്നം? സ്ട്രീറ്റ് ലൈറ്റ് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാകും. കുടിവെള്ളം കണക്ഷൻ വ്യക്തികളുടെ വിഷയം ഉൾപ്പെടെ അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന അത്രയും ഗ്രാസ് റൂട്ടായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ വലിയൊരു പ്രക്രിയയാണ്. സ്വാഭാവികമായിട്ടും നിയമസഭയിലേക്ക് നമ്മളത് വരുമ്പോൾ കുറച്ചും കൂടി വൈഡ് ആംഗിളിലാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. ഒന്ന്, രാഷ്ട്രീയമായ നിലപാടുകൾ എന്താണ്? നിയമസഭ എന്ന് പറയുന്നത് ഒരു നിയമനിർമ്മാണ സഭയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നിയമസഭ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്പീച്ചിൻ്റെ വേദിയല്ല. രാഷ്ട്രീയ പ്രസംഗം നടത്തേണ്ടത് മറ്റു സ്ഥലങ്ങളിലാണ്. നിയമസഭയിൽ നമ്മൾ നടത്തിക്കൊണ്ടുപോകേണ്ടത് നിയമനിർമ്മാണ സഭയിൽ ഇടപെടലും നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള, നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട്, പിന്നെ പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ചർച്ചയുടെ രൂപമാണ് നിയമസഭയാകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാട് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇടതുപക്ഷത്തോടനുബന്ധിച്ച് ഒപ്പം നിൽക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താ? വികസന കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വെക്കുന്നത്.
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കേരള സംസ്ഥാനം ആര് ഭരിക്കണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ജനങ്ങൾ തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വികസനം 10 വർഷക്കാലം കൊണ്ടുണ്ടായ വലിയ നേട്ടങ്ങൾ ഇതിനകത്ത് ചർച്ചയാവില്ലേ? ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളോട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താണ് പാർലമെൻറ്റിനകത്ത് പ്രസക്തി, അതുകൊണ്ട് ആ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് UDFനല്ലേ കുറച്ചുകൂടി സ്വീകാര്യത, അതെന്തുകൊണ്ടാണ് ചോദ്യം ഉണ്ടാകുന്നത്? അതാ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്. അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് സാധ്യത എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാം. നമുക്കത് ഒരു ബാലിശമായ ചോദ്യമാണ് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം. ഓരോന്നിൻ്റെതായ പ്രാധാന്യം അർഹിക്കുന്നു. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ നിലപാടുകളാണ് ജനങ്ങൾ സ്വീകരിച്ചു പോകുന്നത്. ഞാൻ ചോദിച്ചത് അത് അവരുടെ ഒരു കോൺഫിഡൻറ്റ്, അവരുടെ ആ കോൺഫിഡൻറ്റിനെയാണ് ഞാൻ. അല്ല, കോൺഫിഡൻ്റ് ആർക്കും ഉണ്ടാകാം. ഇത് എല്ലാ പഞ്ചായത്തും 7 പഞ്ചായത്തും UDFൻ്റെ കൈകളാളുമ്പോഴും ജയിക്കും എന്നുള്ള കോൺഫിഡൻറ്റിലാണല്ലോ ഞാൻ മത്സരിക്കുന്നത്. ഞങ്ങളുടെ മുന്നണി മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ലേ? അപ്പോൾ അത് നമ്മൾ അങ്ങനെ കാണേണ്ടതില്ല. അതൊരു രാഷ്ട്രീയ ആവേശമായി കണ്ടാൽ മതി. സ്വാഭാവികമായിട്ടും ആ ആവേശം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും 2006 സ്ഥിതി എന്തായിരുന്നു? നിരവധിയായ സീറ്റുകൾ UDFൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? കുറ്റിപ്പുറത്ത് KT ജലീലൊക്കെ ജയിച്ചു വരുന്ന, ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാകുന്ന മഞ്ഞളാംകുയാലി ജയിച്ചു വരുന്ന കാലഘട്ടം ആരൊക്കെയാണ് പരാജയപ്പെട്ടത്? UDFൻ്റെ ഭാഗമായിട്ട് വലിയ പ്രഗത്ഭരല്ലേ പരാജയപ്പെട്ടത്? അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് നമ്മൾ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കൊണ്ട് നിയമസഭയുടെ തെരഞ്ഞെടുപ്പിനെ കൊണ്ട് പാർലമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ക്ലബ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു ചെറിയ വോട്ട് റേഷ്യോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര വോട്ട് ഒരു പക്ഷേ ഷെയർ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇത്ര വോട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കണക്ക് നമുക്ക് അനുമാനിക്കാൻ കഴിയും എന്നുള്ളത് ഒഴിച്ചാൽ ഇതൊന്നും സ്ഥായിയായ ഒരു കണക്കുകളല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം നഷ്ടപ്പെടുന്നത് 7 സീറ്റുകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടത് ആകെ 500 വോട്ടിന് താഴെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ആശങ്കപ്പെടേണ്ടത്? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും സംസ്ഥാനത്തിൻ്റെ ഭരണത്തെക്കുറിച്ചുമാണ്. ആ ചർച്ച ജനങ്ങൾ കൃത്യമായി നടത്തുന്നതോടുകൂടി ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയൊരു തരംഗമാണ് കേരളത്തിൽ ആകമാനം ഉണ്ടാകുന്നത്. UDF ഈ പറയുന്ന വലിയ വിജയം ഉണ്ടായി എന്ന് പറയുമ്പോഴും UDFൻ്റെ ഇന്നർ പൊളിറ്റിക്സിനെ നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ കഴിയും. ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു മുന്നണിയും പാർട്ടികളുമാണോ, അല്ലെങ്കിൽ അങ്ങനെയാണോ ഇപ്പോൾ UDF ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോൺഗ്രസിനെ കുറിച്ചൊക്കെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച അങ്ങനെയാണ്. വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. ഒരു ലീഡർ, ഹൂ ഇസ് ദ ലീഡർ എന്ന് ചോദിച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന, ചില ആളുകൾ സ്വയം തന്നിലേക്ക് തന്നെ ചൂണ്ടും, കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടും. ഒരാളിലേക്ക് ചൂണ്ടാൻ അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിലേക്ക് ചൂണ്ടാനുള്ള രാഷ്ട്രീയ പ്രതിബദ്ധത പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം UDFനുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിനകത്ത് കോൺഗ്രസും ലീഗൊക്കെ ആ സ്ഥിതിയിലേക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് മാറി എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമല്ലേ? സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതും ചർച്ച ചെയ്യും. താങ്കൾ ഈ രാഷ്ട്രീയപരമായിട്ട് ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും മറ്റൊരു ആരോപണം കൂടെ താങ്കളുടെ നേരെ അവർ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു, പൊതുപ്രവർത്തന രംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ ഉണ്ടെങ്കിലും ഏറനാട് പോലുള്ള വലിയൊരു മണ്ഡലം, ഒരുപാട് മലയോര മേഖല അടങ്ങിയിട്ടുള്ള വലിയ മേഖലകളിൽ ഇത്തരം വലിയ ഒരു മണ്ഡലത്തിൽ ഒരു അപരിചിതനെയാണ് അവർ ഇറക്കിയിട്ടുള്ളത് എന്ന് അവർ സ്വാഭാവികമായിട്ട് പ്രചരണം ഇറക്കിയിട്ടുണ്ടെങ്കിൽ താങ്കൾ എങ്ങനെയാണ് ആ ഒരു പ്രചരണത്തെ നേരിടുന്നത്? ഞാൻ വളരെ ആവേശത്തോടു കൂടിയാണ് ആ പ്രചരണത്തെ നേരിടുന്നത്. എന്നെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വേദികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഞാൻ ആ പ്രചരണത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സെൻസ്. പിന്നെ ഞാനൊരു അപരിചിതനാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കോ ഈ നാട്ടിലെ പൊതുസമൂഹത്തിനോ എന്നെ അറിയുന്ന ആളുകൾക്കോ തോന്നുന്നില്ല. ഞാനിപ്പോൾ 36 വയസ്സാണ് എൻ്റെ പ്രായം. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ് മുതൽ സജീവമായി സംഘടനാ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് AISFൻ്റെയും AIBFൻ്റെയും ഒക്കെ ഭാഗമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ ഭാഗമായി ഈ നാട്ടുമ്പുറത്ത് മൈദയിൽ ചുടുവെള്ളം ഒഴിച്ച് അത് പോസ്റ്ററായി ഒട്ടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി യോഗങ്ങൾ പങ്കെടുക്കാൻ തുടങ്ങി. സ്വാഗതം പറഞ്ഞ് അധ്യക്ഷൻ വഹിച്ചു, നന്ദി പറഞ്ഞു, സംഘടിപ്പിച്ചു, സംഘാടകനായി പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു, സംസാരിച്ചു. ഇങ്ങനെ തുടങ്ങുന്ന നിരവധിയായ അനുഭവങ്ങളാണ് സ്വാഭാവികമായിട്ടും എൻ്റെ മുമ്പിലുള്ളത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ഈ 214 ബൂത്തിലെയും മുഴുവൻ വോട്ടർമാരും എന്നെ അറിയുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ടാവും. ഞാൻ അങ്ങനെ പൂർണ്ണമായും എല്ലാവരും അറിയുന്ന ഈ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരും അവസാനത്തെ വോട്ടർ വരെ അറിയുന്ന ആളല്ല. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും എനിക്കും അറിയാം, അവർക്ക് തിരിച്ചും അറിയാം. ഈ മണ്ഡലം മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഞാൻ AIBFൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായി പ്രവർത്തിക്കുന്നു. പിന്നെ വലിയ അനുഭവങ്ങൾ ത്യാഗമുള്ള അനുഭവങ്ങൾ എന്ന് മാത്രം അങ്ങനെയല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ അനുഭവങ്ങൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
സംഘടനാ പ്രവർത്തനത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭൂമിദാന കേസുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ സമരം അന്ന് UDFന്റെ ഗവൺമെൻറ്റും VC ഉൾപ്പെടെയുള്ള സംവിധാനം സെനറ്റും സിൻഡിക്കേറ്റും ഒക്കെ UDFന്റെ കയ്യിൽ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വരെ UDFന്റെ കയ്യിലുള്ള സമയത്താണ് ഭൂമിദാന കേസ് കേരളത്തിലുണ്ടാകുന്നത്. സമരം നടക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക്. സമരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ജയിലിനകത്തേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ജയിലനുഭവങ്ങളാണ്. കേരളത്തിലെ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നെന്താണ്? CAA NRC വിരുദ്ധ സമരമായിരുന്നു, പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സമരം. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്ന ആളാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ കേരളത്തിലെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ തടഞ്ഞ് കേരളത്തിൽ ആദ്യമായി അറസ്റ്റ് വരിക്കപ്പെട്ട ആളിൽ ഒരാളാണ് ഞാൻ എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അഭിമാനമാണ്. അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാം. തീർച്ചയായിട്ടും. അവസാനമായിട്ട് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മണ്ഡലത്തിലാണ് ഷഫീർ പ്രതിദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വലിയ മണ്ഡലത്തിൽ എത്രത്തോളം വിഷൻ നിങ്ങൾക്ക് ഈ ഒരു മണ്ഡലത്തെക്കുറിച്ചുണ്ട്? നോക്കൂ, ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, എൻ്റെ ബോധ്യവുമാണ്. ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരു ഏറനാട്ടുകാരൻ എന്ന് പറയുന്ന എൻ്റെ ജൈവം എന്ന് പറയുന്നത് ജൈവികമായ ഒരു ഏറനാട്ടുകാരനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വളരെ ചെറിയ സമയത്ത് തന്നെ ചാലിയാറും ഊർങ്ങാട്ടിരിയും കീഴുപറമ്പും കാവനൂരും അരീക്കോടും കുഴിമണ്ണിയും ഇടവണ്ണിയും ഒക്കെ ചേരുന്ന ഏറനാട് മണ്ഡലം എന്ന് പറയുന്നത് എൻ്റെ നാടും കൂടിയാണ്. എന്ന് വെച്ചാൽ ഞാനൊരു കീശേരി അല്ലെങ്കിൽ കീശേരിക്കാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഏറനാടും എൻ്റെ നാടാണ്. കീശേരി എൻ്റെ ജന്മസ്ഥലമാണെങ്കിലും ഇവിടുത്തെ ഓരോ നാടും ഓരോ പ്രദേശവും ചെറിയ നാടുകളും വലിയ നാടുകളും ഒക്കെ ഗ്രാമങ്ങളും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദ്യസ്ഥമാണ് എന്ന് തന്നെ പറയാം. അവിടങ്ങളിലൊക്കെ നമുക്ക് സൗഹൃദമുണ്ട്, രാഷ്ട്രീയമുള്ള സൗഹൃദമുണ്ട്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള സൗഹൃദമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ വളരെ ആത്മാർത്ഥമായി ചർച്ച ചെയ്താൽ, നിങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ മുൻ കക്ഷികളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മുൻ ജനപ്രതിനിധികളൊക്കെ ആ നിലവാരത്തിലുള്ള ചർച്ച ഇവിടെ ഉണ്ടാക്കിയോ എന്നുള്ളതും എനിക്കറിയില്ല. ഈ മണ്ഡലം എന്ന് പറയുന്നത് വല്ലാത്ത മണ്ഡലം മീൻസ് ഏറ്റവും നല്ല, വല്ലാത്ത എന്നൊക്കെ പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ ജാഗ്രതയിലാണ്. കാരണം അത് നെഗറ്റീവായി ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്. വല്ലാത്ത എന്ന് പറയുന്നത് ഏറ്റവും നല്ല സാധ്യതയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. ഏതർത്ഥത്തിലാണ്? സാധാരണമായ മണ്ഡലങ്ങളിലെ സ്വഭാവം വെച്ചപ്പോൾ മലപ്പുറം മണ്ഡലത്തിന് ഒരു കേന്ദ്രീകൃതമായൊരു സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ സംസ്കാരത്തിനായാലും അവിടുത്തെ രീതിയാണെങ്കിലും ശൈലിയാണെങ്കിലും ജനങ്ങളുടെ ജീവിത രൂപമാണെങ്കിലൊക്കെ ഒരു 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 എന്താ പറയുക, പിന്തുടർന്നു വരുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ തോന്നിയേക്കാവുന്ന ശൈലിയായിരിക്കാം നമുക്ക് കണ്ടുവരാൻ കഴിയും. പക്ഷേ ഏറനാട് എന്ന് പറയുന്നത് വ്യത്യസ്തതകളുടെ ഒരു നാട് കൂടിയാണ്. ആ വ്യത്യസ്തതകളുടെ പ്ലൂരാലിറ്റി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു 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 ക്രീമിനെ രൂപപ്പെടുത്താൻ കഴിയുന്ന വ്യത്യസ്തമായ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ഏറനാട്. ഏറനാടിലെ ചാലിയാർ നമുക്കറിയാമല്ലോ, ചാലിയാർ പഞ്ചായത്തിൻ്റെ പ്രത്യേകത മലമടക്കുകളാണ്. ചാലിയാർ പഞ്ചായത്ത് പ്രകൃതി പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രകൃതിയുടെ ഏറ്റവും വലിയ വരദാനമായ സൗന്ദര്യമുള്ള ഒരുപാട് നാടാണ് കക്കാടംപൊയിലും വെണ്ടേക്കമ്പൊയിലും മേരെ കക്കാടും അങ്ങനെ തുടങ്ങുന്ന നിരവധിയായ സ്ഥലങ്ങളുള്ളത്. അപ്പോൾ ഈ കക്കാടംപൊയിലിലെ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചാലിയാർ പഞ്ചായത്തിൻ്റെ ഒരു ടൂറിസം സാധ്യത, ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് വരുന്ന തുരങ്കപാതയെല്ലാം കണക്ട് ചെയ്ത് വരുന്നത് ഈ കക്കാടംപൊയിലിലേക്കാണ്. അപ്പോൾ ഈ ചാലിയാറിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എക്കോ ടൂറിസം നമുക്ക് ആലോചിച്ചുകൂടെ? അവിടെ നല്ല കൃഷിരൂപങ്ങൾ, നല്ല രീതിയിലുള്ള കൃഷി, അവിടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള കൃഷി അവിടെ നടക്കുന്നുണ്ട്. നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന പുതിയ സാധ്യതകൾ നമുക്ക് ഉപയോഗിച്ചുകൂടെ? ചാലിയാറിലെ എക്കോ ടൂറിസത്തിൻ്റെ പുതിയ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ലേ? അവിടെ ഇപ്പോൾ പുതിയ കാലത്ത് ഉയർന്നു വരുന്ന പുതിയ പദ്ധതി മത്സരങ്ങൾ എന്ന് പറയുന്ന അഡ്വഞ്ചർ ടൂറിസമാണ്. കയാക്കിംഗ് മത്സരങ്ങൾ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ലതായി ഉയർന്നു വരുന്ന ഒരു ടൂറിസം മേഖലയാണ് കയാക്കിംഗ്. അതുപോലെ ചാലിയാറിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അഡ്വഞ്ചർ റേസിങ്ങുകൾ, മഡ് റേസിങ്, അഡ്വഞ്ചർ റേസിങ്, ഓഫ് റോഡ് റേസിങ്ങുകളൊക്കെ പുതിയ കാലത്തെ ട്രെൻഡിങ് സ്പോർട്സ് മത്സരങ്ങളാണ്. അത്തരം സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയണം. അവിടുത്തെ തനത് കലാരൂപങ്ങളെ, അവിടുത്തെ മനുഷ്യൻ്റെ വൈവിധ്യത്തെ എല്ലാം നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയണ്ടേ? കുടിയേറ്റക്കാരും മലയോര കർഷകരും ആദിവാസി മനുഷ്യരും SC ST വിഭാഗം നഗരങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരും അങ്ങനെ തുടങ്ങുന്ന വിവിധ വിഭാഗം ജനങ്ങളുടെ സംഗ്രഹ ഭൂമിയാണ് ചാലിയാർ. അപ്പോൾ ആ ചാലിയാറിൻ്റെ പൂർണ്ണമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ബ്രാൻഡാണ്, നമ്മുടെ ബ്രാൻഡും കൂടിയാണ് ചാലിയാർ. അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ കഴിഞ്ഞ 15 വർഷക്കാലം എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഊർങ്ങാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളില്ലാത്ത ഏക ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് ഊർങ്ങാട്ടിരി. ഇവിടെ ഈ പറയുന്ന വിശിഷ്ട പ്രത്യേകതകളുണ്ട്. കുടിയേറ്റ കർഷകർ, മലയോര കർഷകർ, ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ താമസിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളും മതവിഭാഗങ്ങളും ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളൊക്കെ താമസിക്കുന്ന ഒരു വലിയ പഞ്ചായത്താണ്, ഒരു മലയോര പഞ്ചായത്താണ് ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂളില്ലെന്ന്, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ വികസനം എന്നതുകൊണ്ട്, പിന്നെ ഈ വിപ്ലവം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഒരു തമാശയല്ല, ഏറ്റവും സീരിയസ് ആയ ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. അവിടുത്തെ ഹെൽത്ത് സെൻറ്റർ എല്ലാ പണിയും പൂർത്തീകരിച്ചു. നമ്മുടെ ഗവൺമെൻറ് വന്ന സമയത്താണ് അവിടെ ഫണ്ട് അനുവദിച്ചു, എല്ലാ പണിയും പൂർത്തീകരിച്ചു.
ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനത്തിന് തയ്യാറാണെന്നും പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രതിനിധിയുടെ ചില ഇടപെടലുകൾ കൊണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കാവുന്ന രൂപത്തിൽ ആ ഉദ്ഘാടനം നടക്കുന്നില്ല. ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കാൻ എന്താണ് ഇത്ര മടി? അവിടെ എല്ലാ പ്രവർത്തനം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ, പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഊർങ്ങാട്ടിൽ നമ്മൾ പരിശോധിച്ചാൽ, ഊർങ്ങാട്ടിലെ തെരട്ടമ്മിലെ ഫുട്ബോൾ ഗ്രൗണ്ട്, എണ്ണം പറഞ്ഞ കായിക താരങ്ങളെ ഇന്ത്യൻ ഫുട്ബോളിനും കേരള ഫുട്ബോളിനും ഒക്കെ. ഒന്ന് ഇടപെട്ടോട്ടെ, നേരത്തെ നമ്മൾ MLA-യുമായിട്ട് ഈ ഒരു ലൈവിൽ അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് അവിടെ 70% പണി മാത്രമാണ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാം ആദിവാസി മേഖലയാണ്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരണത്തിന് ശേഷമല്ലാതെ MLA അതിന് തയ്യാറാകുന്നത് അവരോട് കാണിക്കുന്നത് നീതികേടായതുകൊണ്ട് മാത്രമാണ് അതിന് ഉദ്ഘാടനത്തിന് അദ്ദേഹം ഡേറ്റ് കൊടുക്കാത്തത് എന്നുള്ളതാണ്. അത് നമുക്ക് ആർക്കും പോയാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും പോയി മാധ്യമങ്ങൾക്കൊക്കെ പോയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ തെരഞ്ഞെടുപ്പിലെ ഗിമ്മിക്കുകളല്ലേ. നിങ്ങൾ പോയി വാ, നിങ്ങളെ പോയി സന്ദർശിക്കൂ. ഞാനതാ പറയുന്നത്. വെറ്റിലപ്പാറക്കാർക്ക് അറിയാമല്ലോ, അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇത് ഈ വിഷയം അറിയാം. അത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിലൂടെ അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് മനസ്സിലാക്കും? അവിടെ പ്രശ്നമൊന്നുമില്ല, ഇയാൾ പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് സത്യമാണ് എന്ന തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് ഉണ്ടാവാം. സത്യസന്ധമായ വസ്തുത ഇതാണ്. അവിടെ നിലവിലെ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന എല്ലാ സംവിധാനവും നിലവിൽ അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫർണിഷിങ്ങിന് ഉൾപ്പെടെയുള്ള പണം അവിടെ കൊടുക്കുകയും അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ താലൂക്ക് ആശുപത്രിയെ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സൗകര്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഊർങ്ങാട്ടിരിയിലെ ആശുപത്രി കെട്ടിടം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായ കാരണമാണ്. ഈ ഗവൺമെൻറ് മാറി വന്നാലേ ഞാനത് ഉദ്ഘാടനം ചെയ്യൂ എന്ന തരത്തിലേക്ക് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഞങ്ങളെയല്ലല്ലോ ബോധ്യപ്പെടുത്തേണ്ടത്, ജനങ്ങളെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ജനങ്ങൾക്ക് ആ വിഷയത്തിൽ ബോധ്യമാകുന്നില്ല. ഇതിനകത്ത് എന്തൊക്കെയോ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാകുന്നു. എന്താ ഇപ്പോൾ ഇതിനകത്ത് എത്ര വലിയ രാഷ്ട്രീയം കാണാൻ? നമ്മളൊക്കെ താല്പര്യപ്പെടുക എന്താ? പൊതുപ്രവർത്തകർ എന്താ താല്പര്യപ്പെടുക? നിങ്ങൾ എൻ്റെ അടുത്തൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നാൽ ഏറ്റവും പെട്ടെന്ന് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനും അത് അവസാനിപ്പിക്കാനും നിങ്ങളെ സമാധാനിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടത്. ഇതിനെ അകാരണമായി വൈകി അതിൻ്റെ സാങ്കേതികതകൾ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എന്തിനു നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമുണ്ട്? യഥാർത്ഥത്തിൽ അത് സത്യസന്ധമായാണോ അദ്ദേഹം ചെയ്യുന്നത്? അയാളെന്നുള്ളത് ഒരു ശരിയായ പ്രയോഗമല്ല, അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളെ, ഇടതുപക്ഷത്തിൻ്റെ കാര്യങ്ങളെ മൂടി വെക്കാൻ സങ്കുചിതമായ മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് ഇത്തരം വിഷയങ്ങൾ. മാത്രമല്ല, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച പല പ്രശ്നങ്ങളും ഉണ്ട്. അരീക്കോട് ഗ്രൗണ്ട്, ഊർങ്ങാട്ടിരി ഞാൻ സൂചിപ്പിച്ചു. ഊർങ്ങാട്ടിരിയിൽ വിവിധ പ്രശ്നങ്ങൾ വീണ്ടും നടക്കുന്നു. അവിടെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. വന്യജീവികളുമായി ബന്ധപ്പെട്ട അക്രമം ഉണ്ടാകുമ്പോൾ വന്യജീവികളെ വെടിവെക്കാനുള്ള ഉത്തരവ് കൊണ്ടുവരുന്നതും അത് നടപ്പിലാക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോഴാണ്. എന്നിട്ട് UDF ഗവൺമെൻറ്റുകൾ പഞ്ചായത്തുകളുടെ അതിന് അധികാരം കൊടുക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനും എംപാനൽ ചെയ്ത തോക്ക് ലൈസൻസുള്ള ആളുകൾക്കും അത് അധികാരം കൊടുക്കുന്നു. കേരളത്തിൽ നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ കൃത്യമായി പറഞ്ഞാൽ 1 മാസത്തിനിടയിലാണ് ഈ ഗ്രാമപഞ്ചായത്തുകൾ ഈ വന്യജീവികളെ വെടിവെക്കാനുള്ള ഉത്തരവ് നടപ്പിലാക്കുന്നത്. അന്നല്ല ആ ഉത്തരവ് ഉണ്ടായത്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ കണ്ണോടുകൂടി നിലവിലുള്ള മുഴുവൻ കൃഷിക്കാരെയും ഇടതുപക്ഷത്തിനെതിരായി ചിന്തിപ്പിക്കണം. ആ ചിന്തിപ്പിച്ചതിന് ശേഷം UDF ഇതിനകത്ത് ഇടപെടുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇങ്ങനെ നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റം രാഷ്ട്രീയമായി ഇവിടെ ഏറെക്കാലമായി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അരീക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് എന്താണ്. ഈ ഗ്രൗണ്ടിൻ്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കി. അരീക്കോട് എന്ന് പറഞ്ഞാൽ എന്താണ്? അരീക്കോട് എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ പോയി അരീക്കോട് എന്ന് പറഞ്ഞാലും ഫുട്ബോളാണ്. അതൊരു നമ്മുടെ വികാരമല്ലേ അരീക്കോട്. ലോകരാജ്യങ്ങളിലൊക്കെയുള്ള സ്റ്റേഡിയങ്ങളിലും അവിടെ വേൾഡ് കപ്പൊക്കെ നടക്കുന്നത് TV-യിലും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പോൾ ഏറ്റവും അവസാനം ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നപ്പോൾ ടിക്കറ്റ് എടുത്താൽ കളി കാണാൻ വേണ്ടി പോയ ഫുട്ബോളിൻ്റെ അത്രയും വലിയ ഫുട്ബോളിനെ പ്രണയിക്കുന്നവരുടെ നാടാണ് അരീക്കോട്. ഈ അരീക്കോട് സ്റ്റേഡിയം ഇൻ്റർനാഷണൽ ആവുന്ന എത്ര തെരഞ്ഞെടുപ്പുകളാണ് പറയുന്നത്? എന്തെങ്കിലും ഒരു നാഷണലെങ്കിലും ആയോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ താങ്കൾ പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 10 വർഷവും താങ്കളുടെ ഗവൺമെൻറ്റാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന് കൂടെ താങ്കൾ സ്വാഭാവികം. തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടല്ലേ പറയുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ എഫേർട്ട്? അദ്ദേഹം പറയട്ടെ, ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ പോയി ഇന്ന നിർദ്ദേശങ്ങൾ വെച്ചു, ഈ ഗവൺമെൻറ് തരില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് പറയണ്ടേ? അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നിയമസഭാ പ്രസംഗങ്ങളെ പരിശോധിച്ചാൽ അത് രാഷ്ട്രീയമായി പരിശോധിക്കേണ്ട ജനങ്ങൾ. നിയമസഭാ പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിയമനിർമ്മാണ സഭയാണ് നിയമസഭ. നിയമസഭയിൽ രാഷ്ട്രീയ പൊതുയോഗം നടത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട പണ്ഡിതരെ, മതപണ്ഡിതരെ,
ആക്ഷേപിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ നിയമസഭ വേദിയാക്കിയ മറ്റേതെങ്കിലും ഒരു ജനപ്രതിനിധി നമ്മുടെ നാട്ടിലുണ്ടോ? ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയെ ഏത് വിഭാഗമോ, AP വിഭാഗമോ, EK വിഭാഗമോ, പിന്നെ മുജാഹിദ് വിഭാഗമോ, ജമാഅത്ത് വിഭാഗമോ, SNDPയോ, NSSോ എന്ന് വേണ്ട കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആരും കാണട്ടെ. അവരുടെ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യട്ടെ. അത് കാണാൻ പോകുമ്പോൾ എന്തിനാണ് അധിക്ഷേപിച്ചുകൊണ്ട് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്? അത് സഭയ്ക്കുള്ളിലുള്ള ഒരു മര്യാദ പോലും പാലിക്കാതെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? രാഷ്ട്രീയമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഏറനാടിൻ്റെ പ്രശ്നങ്ങളെ ഇത് ചൂണ്ടിക്കാണിക്കുന്ന എത്ര ഇടപെടലുകളാണ്, എത്ര ചോദ്യങ്ങളാണ്, എന്തൊക്കെ അഭിപ്രായങ്ങളാണ് ഈ നടത്തുന്നത്? അങ്ങനെയൊന്നുമില്ല. അവിടെ രാഷ്ട്രീയ എതിരഭിപ്രായമാണ്. UDF LDF എന്ന തലത്തിലേക്ക് ഇടതുപക്ഷത്തെ വിമർശിക്കാനുള്ളൊരു നല്ല വേദിയായി ഇത്തരം സഭകളെ, നിയമനിർമ്മാണ സഭയെ കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതോടുകൂടി തന്നെ ചർച്ച ചെയ്യേണ്ടത് അരീക്കോട് ഗ്രൗണ്ടിനെ സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർനാഷണൽ, ഞാൻ കാണുന്നൊരു സ്വപ്നം അതാണ്. ഞാൻ കാണുന്നതല്ല, നമ്മളെല്ലാവരും കാണേണ്ട സ്വപ്നം അതാണ്. അരീക്കോട് ഗ്രൗണ്ടിൽ ലോക നിലവാരത്തിലുള്ള ടീമുകൾ വന്ന് കളിക്കട്ടെ. നമ്മളെ ഗാലറികൾ കണ്ടില്ലേ സെവൻസ് ഫുട്ബോൾ നടക്കുമ്പോൾ? എന്തൊരു മനോഹരമായിട്ടാണ് ലോകത്തിൻ്റെ വിവിധ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നതിന് അതുപോലെ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി തിരട്ടമ്മലും അരീക്കോടും നമ്മളൊക്കെ ഗ്രാമപ്രദേശങ്ങളിലും 5സും 7സും ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് അത് കണ്ടക്ട് ചെയ്തു പോകുന്നത്. അതൊരു വികാരമാണ്. ആ വികാരത്തെ തിരിച്ചറിയാൻ കഴിയേണ്ട ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു ഫുട്ബോൾ അക്കാഡമി വേണ്ടേ? ഇൻ്റർനാഷണൽ ഫുട്ബോൾ അക്കാഡമി, ലോക നിലവാരത്തിലുള്ള കോച്ചുകൾ നമുക്ക് വേണ്ടേ? അത്തരം ഒരു സാഹചര്യം രൂപപ്പെടുത്തി അരീക്കോടിൻ്റെ ഹൃദയത്തെ തൊട്ടറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഒന്ന്, നമ്മുടെ ആ പാലം, അരീക്കോട് പാലം, ഗ്രൗണ്ട് കഴിഞ്ഞാൽ പത്തനാപുരത്തേക്ക് എത്തുന്ന പാലമില്ല, എന്താണ് അതിൻ്റെ സ്ഥിതി? അതൊക്കെ ഈ റോഡ് വർക്ക് നടന്ന സമയത്ത് നന്നാക്കി പോകേണ്ട കാര്യമല്ലേ? എന്തൊരു ദുർവാശിയാണ് ഇത്തരം കാര്യങ്ങളിൽ വെക്കുന്നത്. മാത്രമല്ല, ആ പാലത്തിന് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് പാലത്തിന് വിള്ളലുണ്ടെന്ന് മാത്രമല്ല, ആ പാലത്തിലൂടെയാണ് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടന്നു പോകുന്നത്. ഒരു നടപ്പാത സൈഡിലൂടെ കൊണ്ടുവരാൻ എന്താണ് അതിൻ്റെ കുഴപ്പം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഗവൺമെൻറ് സമ്മതിക്കാഞ്ഞിട്ടാണ് എന്ന വിശ്വാസം നിങ്ങൾക്കോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നുന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഇടതുപക്ഷം അതിൻ്റേതായ രൂപത്തിലുള്ള നയനിലപാടുകൾ ഇതിലെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അരീക്കോടിനെ ചേർത്ത് പറയുമ്പോൾ നിരവധി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. മണൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയായിരുന്നു. ചാലിയാർ എന്ന് പറയുന്നത് നമ്മുടെ വരദാനമായിരുന്നു. ഇവിടുത്തെ ഏത് സാധാരണക്കാരനും ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു തൊഴിൽ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ മണൽ തൊഴിലിന് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ ആ മണലിൻ്റെ തൊഴിൽപ്പുണ്ട്, അത് അപ്പാടെ നശിച്ചുപോയി. അതിൻ്റെ പിന്നിൽ പല രാഷ്ട്രീയ ആരോപണങ്ങളും പറയുന്നുണ്ട്. ഞാനതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ചില കോറി മാഫിയകളെ സഹായിക്കാനോ മറ്റെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പല ആളുകളും അഭിപ്രായം പറയുന്നുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനോ അല്ലെങ്കിൽ ആരോപണങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യത്തിലല്ല ഉള്ളത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ തൊഴിൽ അപ്പാടെ നശിച്ചുപോയി. നമുക്ക് നല്ലൊരു സാധ്യതയില്ലേ? നമ്മുടെ ധാതു സമ്പത്തല്ലേ മണലെന്ന് പറയുന്നത്? അത് നിരവധിയായ ആളുകളുടെ തൊഴിൽ സാധ്യതകളാണല്ലോ. വാഹനം ഓടിക്കുന്ന ആളുകൾ, മണൽ കോരുന്ന ആളുകൾ, അങ്ങനെയുള്ള നിരവധി സാധ്യതകളുണ്ട്. പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വരുമാനം വരെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും നശിച്ചു. ഇനി നിൽക്കട്ടെ, ഒന്നെങ്കിൽ ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുതിയ കാലത്ത് കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് മണൽ തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നാൽ നിരവധി ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട തൊഴിലുണ്ടാവും. ഇനി അത് പറ്റില്ല, അല്ലെങ്കിൽ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്നതാണ് നിലപാടെങ്കിൽ ചാലിയാറിൽ ജലഗതാഗത ടൂറിസം കൊണ്ടുവരണ്ടേ? ആലപ്പുഴയിൽ തന്നെ പോകണോ ഹൗസ് ബോട്ടിൽ കയറാൻ? സ്പീഡ് ബോട്ടിലും പെഡൽ ബോട്ടിലും പോകണമെങ്കിൽ ആലപ്പുഴയിൽ തന്നെ പോകണം. നമ്മളൊരു കംഫർട്ട് സോണും കൂടി ഉണ്ട് നമുക്ക് ഓടായിക്കലും അതുപോലെ തന്നെ നമ്മുടെ ഊർക്കടവും ബ്രിഡ്ജുകളുണ്ട്. അതിനിടയിൽ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ബ്രിഡ്ജും താഴ്ന്ന് അടച്ചിടുന്നതോടുകൂടി ഒരു ജലനിരപ്പ് നമുക്ക് എല്ലാ കാലത്തും നിലനിർത്തി പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ടൂറിസം സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കാൻ അരീക്കോട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത്തരം എല്ലാ കാഴ്ചപ്പാടുകളെ കൂടി അരീക്കോട് നമുക്കൊന്ന് ചേർത്ത് വെച്ചാൽ നിരവധിയായ സാഹചര്യങ്ങൾ നമുക്കുണ്ടാവില്ലേ? ഏറനാട് മണ്ഡലത്തിൽ ഈ 15 വർഷത്തിനിടയിൽ ഒരു സർക്കാർ കോളേജുണ്ട്. നിങ്ങൾ ആലോചിക്കും. നമുക്ക് നീഡുണ്ട്, ആവശ്യമുണ്ട്. ഒരു സർക്കാർ കോളേജ് നമ്മുടെ നാട്ടിലില്ല. 15 വികസനത്തിൻ്റെ വിപ്ലവം പറയുന്ന ആളുകൾ സൂചിപ്പിക്കേണ്ട കാര്യങ്ങളാണിത്. സർക്കാർ കോളേജ് നമുക്കുണ്ടാകുന്നില്ല. എന്താ അതിൻ്റെ കുഴപ്പം? ഇതിൻ്റെ കുഴപ്പം ആരാണ്? നമുക്കങ്ങനെ ഒരു ആവശ്യം പറയുന്ന സാഹചര്യം നമുക്കുണ്ടായോ? സർക്കാർ കോളേജ് ഇല്ലാത്തൊരു മണ്ഡലമായി നമുക്ക് അരീക്കോടിനെ, അല്ലെങ്കിൽ ഏറനാടിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള രൂപത്തിൽ അരീക്കോടിനെ, അല്ലെങ്കിൽ സമീപപ്രദേശത്തൊക്കെ നമുക്ക് സർക്കാർ കോളേജ്, ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, വികസനം വരുന്ന സ്ഥലത്ത്, ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ സ്ഥലപരിമിതി, ഒരാൾ പോലും അതിനെതിർക്കില്ല. മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും അതിനോടൊപ്പം ചേരും. നിങ്ങൾ ഇവിടെ പോയിട്ടൊന്ന് സാധാരണക്കാരോട് പറയും, അരീക്കോട് പോയിട്ട് ഞങ്ങൾക്ക് ഒരു അരീക്കോടിൽ ഏതെങ്കിലും ഒരു ഒരു ഓട്ടോ തൊഴിലാളിയോട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ചുമട്ട് തൊഴിലാളിയോട്, ഒരു ബസ് തൊഴിലാളിയോട്, അവിടുത്തെ ഏതെങ്കിലും ഒരു തൊഴിലാളിയോട്, ഏതെങ്കിലും സാധാരണ മനുഷ്യനോട് നിങ്ങൾ പോയിട്ടൊന്ന് സൂചിപ്പിക്കും, നമുക്ക് അരീക്കോട് ഒരു സർക്കാർ കോളേജ് കിട്ടാൻ സാഹചര്യമുണ്ട്, നമുക്ക് സ്ഥലം കിട്ടാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഹൃദയവികാരമായി ഏറ്റെടുത്താൽ മനുഷ്യരെ ഏറ്റെടുക്കും. അപ്പോൾ സ്ഥലം കിട്ടാത്തതല്ല പ്രശ്നം, ഇത് മനസ്സിലില്ലാത്തതാണ് പ്രശ്നം. അങ്ങനെ ഓരോന്നും പരിശോധിക്കാം. നമ്മളെ കുഴിമണ്ണ പരിശോധിച്ചാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെറ്റില കൃഷി ഉൾപ്പെടെ, ഔഷധ സസ്യങ്ങളുടെ കൃഷി ഉൾപ്പെടെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് കുഴിമണ്ണ. ഔഷധി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഉൾപ്പെടെ
എന്താ പറയുക ഔഷധ സസ്യങ്ങളുടെ കൃഷി നടത്തിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കർഷകരുള്ള നാടാണ് കുഴിമണ്ണ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അങ്ങനെയാണ് പറയേണ്ടത്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെറ്റില കയറ്റി അയക്കുന്നുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന്, കീഴ്ശ്ശേരിയിൽ നിന്ന്, കുഴിമണ്ണയിൽ നിന്ന്. അഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. അതിന് ബ്രാൻഡ് ചെയ്യണ്ട്. ഇപ്പോൾ മുറിഞ്ഞുപാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര സുന്ദരമാണ് ആ സ്ഥലം. പ്രകൃതി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവച്ച് തന്ന സ്ഥലമാണ്. അതിനൊന്ന് ഉപയോഗപ്പെടുത്തണ്ടേ? ഇവിടുത്തെ വൈകുന്നേരങ്ങളെ മനോഹരമാക്കാൻ, ഇവിടുത്തെ ആളുകൾക്ക് വർത്തമാനം പറയാൻ, മിണ്ടാൻ, പറയാൻ, തോളിൽ കൈയിട്ട് നടക്കാൻ, കെട്ടിപ്പിടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ നോക്കി പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ കഴിയില്ല. മുറിഞ്ഞുപാടിൻ്റെ ടൂറിസം സാധ്യതകളെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഉപയോഗിക്കാൻ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിച്ചു? ഇതൊക്കെ ഈ നാട്ടിലില്ലേ? 15 വർഷത്തിന് മുന്നേ ഉണ്ട്. ഇതൊക്കെ ഈ നാടുണ്ടായ കാലം തൊട്ടേ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഓരോന്നും പരിശോധിച്ചാൽ കാവലൂരിനെ നമ്മൾ പരിശോധിക്കുക. IT പാർക്ക് അതിരുന്നു അവിടെ പറഞ്ഞിരുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ ബോർഡുകൾ കൂടി പരിശോധിക്കണം. കിളിക്കല്ലെങ്കിൽ കയറ്റത്തിൽ IT പാർക്ക് ഇതേപോലെ റീൽസ് ഉണ്ടായിരുന്നു. ആ IT പാർക്കിലെ സ്ഥലം സന്ദർശിക്കുന്നു നിങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ അവിടെയും ചെയ്തു. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറയാനുള്ള സാധനമാണ്. ഇതിനൊക്കെ ഒരേ ശൈലിയാണ്. അങ്ങോട്ട് ഓടിച്ചെല്ലും, ഇതാണ് ആ സ്ഥലം എന്ന് പറയും, അതിന് റീൽസ് ഉണ്ടാവും, അതിന് കുറച്ച് പ്രിയപ്പെട്ട ആളുകളെല്ലാം ചേർത്ത് വെക്കും. പിന്നീട് ആ ഭാഗത്തെക്കുറിച്ച് ചർച്ച ഉണ്ടാവില്ല. കാവനൂരിലെ IT പാർക്ക് എവിടെയാണ്? നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ? അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ പഞ്ചായത്തിലെ, നമ്മളെ എടവണ്ണ പഞ്ചായത്തിലെ ഹാച്ചറി വലിയ കൊട്ടുഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ഹാച്ചറിക്ക് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി UDFന്റെ പഞ്ചായത്ത് ഭരണസമിതി ആയിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയാണ് സ്ഥലം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മുടെ ഭരണസമിതിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. LDFന്റെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്താണ് ആ സ്ഥലം, ഹാച്ചറി നിൽക്കുന്ന സ്ഥലം വകുപ്പിന് കൈമാറുന്നത്. അതുവരെ ആ സ്ഥലം വകുപ്പിന് കൈമാറിയിട്ടുണ്ടായിരുന്നില്ല. UDF ആയിരുന്നു പഞ്ചായത്ത് ഭരിച്ചത്. ആ കാലത്താണ് UDF പഞ്ചായത്തും കേരളവും ഭരിച്ച കാലത്താണ് ഹാച്ചറിയുടെ നിർമ്മാണം തുടങ്ങിയത്. ആ ഹാച്ചറി എടുത്ത സ്ഥലം നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, സുഹൃത്തല്ലേ, നിങ്ങൾ ആ ഹാച്ചറി ഒന്ന് പോയി പരിശോധിക്കും. ഒരിക്കലും വെള്ളം കിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്താണ് 1,00,000-ലധികം ലിറ്റർ വെള്ളം ആവശ്യമുള്ളൊരു പദ്ധതിക്ക് വേണ്ടി ഇതേ ജനപ്രതിനിധി നേരിട്ടിടപെട്ടു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയി ഹാച്ചറി നിർമ്മിക്കുന്നത്. ഇതെന്താ സാധനം സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ ആ പ്രവൃത്തി മുടങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വെള്ളത്തിൻ്റെ ലഭ്യതയില്ല എന്ന കാരണം കൊണ്ടാണ്. ഇതിൻ്റെ ഉത്തരവാദി ഈ നാട്ടിലെ സാധാരണക്കാരനാണോ, ഇടതുപക്ഷമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ആളാണോ എന്ന് പരിശോധിക്കേണ്ടത്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നമുക്കുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി എല്ലായിടത്തും പറയുന്ന കാര്യം എന്താ? എടവണ്ണയിലെ ബഹുമാനപ്പെട്ട സീതി ഹാജിയുടെ പേരിലുള്ള സ്കൂളുണ്ടായിരുന്നു. സീതി ഹാജി സ്കൂൾ ഷിഫ്റ്റ് സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ 9 മണി തുടങ്ങിയാൽ 1 മണി വരെ ഒരു പ്രത്യേക ക്ലാസ്സിലുള്ള കുട്ടികൾ, 1 മണി കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി വരെ ബാക്കി കുട്ടികളും, 9 മണി അല്ലെങ്കിൽ 10 മണി മുതൽ 4 മണി വരെ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഏതുവരെ ഇല്ലായിരുന്നു എന്നറിയോ? ഈ ഗവൺമെൻറ് കേരളത്തിൽ വരുന്നത് വരെ ഇല്ലായിരുന്നു. അവിടെ ഷിഫ്റ്റ് സംവിധാനമായിരുന്നു. ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 15 വർഷം പറഞ്ഞല്ലോ, ഈ 5 വർഷം മാറ്റി കഴിഞ്ഞ 10 വർഷം ആരായിരുന്നു? ആ സ്കൂളിൻ്റെ പേരെന്താണ്? ബഹുമാനപ്പെട്ട സീതി ഹാജി സ്കൂൾ എന്നാണ്. സീതി ഹാജിയുടെ പേരിലുള്ള ആ സ്കൂളിന് ഷിഫ്റ്റ് സംവിധാനം മാറ്റി അതൊരു സ്കൂളാക്കി. രാവിലെ തുടങ്ങി വൈകുന്നേരം അവസാനിക്കുന്ന തരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കെയും ചേർത്ത് പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടുവന്ന ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളാണ്. ഇതേ പദ്ധതിയുടെ ആനുകൂല്യങ്ങളെ കൈപ്പറ്റുകയും അത് ജനങ്ങൾക്ക് ഇവിടെ നമ്മൾ നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതികളെ നിയമസഭയിൽ പോയി രാഷ്ട്രീയമായി എതിർക്കുന്ന കവല യോഗങ്ങൾക്ക് സമാനമായ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് എതിർക്കുന്ന സ്ഥിതിയാണ് ഈ പറയുന്ന UDFന്റെ ഒരു രാഷ്ട്രീയ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വികസനങ്ങൾ നിങ്ങൾ കാര്യമായി പരിശോധിക്കുന്ന ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കുന്ന വികസനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് ബോർഡുകൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട UDFന്റെ ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് സ്വാഭാവികമായിട്ടും കടന്നു വരും. ആ ഫ്ലക്സ് ബോർഡുകളെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് എന്നുള്ളതും ജനപ്രതിനിധിയുടെ എഫേർട്ട് എന്താണെന്നുള്ളതും വ്യക്തമായി മനസ്സിലാവും. ഇവിടുത്തെ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. എടവണ്ണ കൊയിലാണ്ടി റോഡ്, ഇത് വികസന നേട്ടമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും ഇതൊരു വികസന നേട്ടമാണ്. അങ്ങനെയാണെങ്കിൽ എടവണ്ണ മുതൽ ഗോതമ്പ് റോഡ് വരെയാണ് ഏറനാട് മണ്ഡലത്തിൻ്റെ പ്രവിശ്യ ഉള്ളത്. അത് കഴിഞ്ഞാലും ആ റോഡ് അങ്ങോട്ട് കൊയിലാണ്ടിയിലേക്ക് പോവുകയാണ്. കൊയിലാണ്ടിയിലേക്ക് പോകുമ്പോൾ പിന്നെ കടന്നു പോകുന്നത് 3 MLA മാർ, PTA റഹീം എന്ന് പറയുന്ന MLAയും ലിൻഡോ ജോസഫും സച്ചിൻ ദേവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA മാരാണ്. അപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഏറനാടും മാറിയിട്ടുണ്ട്. എന്നാൽ ജനപ്രതിനിധിയുടെ പ്രത്യേകമായ എഫേർട്ടിനകത്ത് ഇവിടെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏതായിരുന്നാലും ഒട്ടേറെ വികസന കാഴ്ചപ്പാട്, ഏറനാട് പോലുള്ളൊരു മണ്ഡലത്തിൽ ഒട്ടേറെ വികസന കാഴ്ചപ്പാടുകൾ പ്രിയപ്പെട്ട LDFന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷഫീർ കീശ്ശേരി നമ്മോടൊപ്പം ചേർന്നത്. നമുക്കറിയാം ഇനി 18 ദിവസം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അതിൻ്റെ നമ്മുടെ ടൈറ്റ് ഷെഡ്യൂളിനിടയിലും നമ്മളുമായി ഈ ഒരു ചെറിയ സമയം
പങ്കിട്ടതിന് ഒരുപാട് ആശംസകൾ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ച് തന്നെയാണ്. ഏറനാട് മണ്ഡലം എന്ന് പറയുന്നത് ഒരു വലിയ മണ്ഡലമാണ്. കക്കാടംപൊയിൽ നിന്ന് തുടങ്ങി കൊണ്ടോട്ടിക്കടുത്ത എക്കാപ്പറമ്പ് വരെ അല്ലെങ്കിൽ മഞ്ചേരിക്കടുത്ത ചെങ്ങര വരെ നീളുന്ന അത്രയും ലെങ്തായി നിൽക്കുന്ന 214 ബൂത്തുകൾ കൂടിയുള്ള 213 ബൂത്തുകൾ കൂടിയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലത്തിലെ വോട്ടർമാരെ പരമാവധി നേരിൽ കാണുക എന്നുള്ള പ്രക്രിയയിലാണ്, പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. പക്ഷേ വളരെ പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഓടിക്കാണുക എന്ന ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിലും ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ നമുക്കുണ്ട്. അവരെല്ലാവരെയും കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, വോട്ടഭ്യർത്ഥിക്കുക. മറ്റൊന്ന്, പുതിയൊരു സൗഹൃദം കിട്ടും, പുതിയൊരു ചങ്ങാതിയെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ ഒരു പുതിയ സാധ്യതയും വോട്ടും കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പല പരിമിതികളും നിലവിലെ സാഹചര്യങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇതൊരു അവസരമായി കൂടി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ മുഴുവൻ വോട്ടർമാരെയും ന്യൂസ് മലയാളത്തിൽ അല്ലെങ്കിൽ ന്യൂസ് 10 മലയാളത്തിലൂടെ അവരോട് വോട്ട് അഭ്യർത്ഥിക്കാൻ കൂടി ഈ സമയം ഉപയോഗിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നുണ്ട്. അരിവാളും നെൽക്കതിരുമാണ് എൻ്റെ അടയാളം. ആ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നേരായ നിലപാട് നമുക്കുണ്ടാകും. സ്നേഹത്തിൻ്റെ ഭാഷയും നമ്മുടെ കൈമുതലാകും. ഏറനാട് ഏറെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമ്മുടെ അരീക്കോട് ഇന്നത്തെ അവരുടെ കൺവെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഗോദയിലേക്ക് ഇറങ്ങുകയാണ്. ന്യൂസ് 10 എല്ലാ വിജയാശംസകളും നേരുകയാണ്. ക്യാമറമാൻ സുധി അരീക്കോടിനോടൊപ്പം റിപ്പോർട്ടർ ടി അനുരൂപ്, അരീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.